കേരളവും ഗുജറാത്തും തമ്മിലുള്ള രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരത്തിന്റെ 4ാം ദിവസമാണിന്ന്. കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോർ 457 ആണ്. മത്സരത്തിന്റെ 4ാം ദിനം കൺകഷൻ പകരക്കാരനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. പരിക്കേറ്റ സ്പിന്നർ രവി ബിഷ്ണോയ്ക്ക് പകരം ഗുജറാത്തിന് അനുവദിച്ച കൺകഷൻ സബ്ബാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ബുധനാഴ്ച ഫീൽഡ് ചെയ്യുന്നതിനിടെ ഗുജറാത്ത് താരം രവി ബിഷ്ണോയുടെ തലയിൽ പന്തുകൊണ്ടിരുന്നു. ഇതിനു പിന്നാലെ താരം മൈതാനം വിടുകയും ചെയ്തു. രവി ബിഷ്ണോയ്ക്ക് പകരം ഹേമങ് പട്ടേലിനെ ഗുജറാത്ത് കൺകഷൻ പകരക്കാരനാക്കി ഇറക്കി. സെഞ്ചുറി നേടിയ ഓപ്പണർ പ്രിയങ്ക് പഞ്ചാലിന്റെ വിക്കറ്റ് വീണപ്പോൾ 5ാം നമ്പറിലാണ് ഹേമങ് പട്ടേൽ ക്രീസിലെത്തിയത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറാണ് രവി ബിഷ്ണോയ്. എന്നാൽ ഹേമങ് പട്ടേൽ ആകട്ടെ തരക്കേടില്ലാതെ ബാറ്റ് ചെയ്യുന്ന മീഡിയം പേസറും. ഇതുകൊണ്ട് തന്നെ ഹേമങ് പട്ടേലിനെ കൺകഷൻ പകരക്കാരനായി കളിക്കാൻ ഇറക്കിയത് കേരളത്തെ രോഷം കൊള്ളിച്ചിരിക്കുകയാണ്. കേരള താരം ജലക് സക്സേന ഇതുമായി ബന്ധപ്പെട്ട് അമ്പയറുമായി ഏറെ നേരം സംസാരിച്ചു. സ്പിന്നർക്ക് പകരം സീമർ ഇറക്കിയതിനെ കേരളം ചോദ്യം ചെയ്തു. നിയമമനുസരിച്ച് ഒരു താരം കൺകഷനായാൽ അദ്ദേഹത്തിന്റെ അതേ സ്കില്ലുള്ള താരമാണ് പകരക്കാരനായി എത്തേണ്ടത്. ഇവിടെ ആ നിയമം പാലിച്ചല്ല ഗുജറാത്ത് കൺകഷൻ പകരക്കാരനെ ഇറക്കിയത് എന്നാണ് വിമർശനം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 4 കളികളിൽ 119 റൺസ് നേടിയിട്ടുള്ള താരമാണ് ഹേമങ് പട്ടേൽ. കേരളത്തിനെതിരെ 5ാം നമ്പറിൽ ഇറങ്ങിയ ഈ 26-കാരൻ 41 പന്തുകളിൽ 27 റൺസ് എടുത്താണ് പുറത്തായത്. ലീഡ് എടുക്കാനുള്ള ഗുജറാത്തിന്റെ കുതിപ്പിൽ നിർണായകമാകുന്ന ഒരു ഇന്നിംഗ്സ് തന്നെയാണിത്. എന്തായാലും രഞ്ജി ട്രോഫി സെമിയിലെ കൺകഷൻ പകരക്കാരൻ വിവാദം അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 3ാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ ആതിഥേയർ 1ാം ഇന്നിംഗ്സിൽ 1-222 എന്ന നിലയിലായിരുന്നു. കേരളത്തിന്റെ ബൗളർമാരെ തെല്ലും കൂസാതെയാണ് ഗുജറാത്ത് ബാറ്റ് വീശിയത്. ഇതേ പിച്ചിൽ കേരളം വളരെ കുറഞ്ഞ റൺ റേറ്റ് ആണ് നേടിയതെങ്കിൽ ഏതാണ്ട് ഏകദിന ശൈലിയിലേക്ക് എത്തും വിധത്തിൽ 71 ഓവറിലാണ് ഗുജറാത്ത് 222 റൺസ് നേടിയത്. പ്രിയങ്ക് പഞ്ചലിന്റെ ഓപ്പണിംഗ് പങ്കാളി ആര്യ ദേശായി 118 പന്തിൽ 73 റൺസ് എടുത്തു. കേരളത്തിന് ലഭിച്ച ഏക വിക്കറ്റും ഇതാണ്. ദേശായിക്ക് ശേഷം നൈറ്റ് വാച്ച്മാനായി ക്രീസിലെത്തിയ മനൻ തന്റെ റോൾ ഭംഗിയായി നിറവേറ്റി. 108 പന്തുകൾ നേരിട്ട അദ്ദേഹം 30 റൺസ് നേടി. നേരത്തെ മുഹമ്മദ് അസ്ഹറുദ്ദീൻ പുറത്താവാതെ നേടിയ 177 റൺസാണ് കേരളത്തെ മികച്ച സ്കോറിലെത്തിച്ചത്. 7-418 എന്ന നിലയിൽ 3ാം ദിനം ആരംഭിച്ച കേരളം 457-ന് ഓൾ ഔട്ടായി. അസ്ഹറുദ്ദീനും സൽമാൻ നിസാറും ചേർന്ന് 6ാം വിക്കറ്റിൽ 149 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. സച്ചിൻ ബേബി 69ഉം അക്ഷയ് ചന്ദ്രൻ, രോഹൻ കുന്നുമ്മൽ, ജലക് സക്സേന എന്നിവർ 30 റൺസ് വീതവും നേടി. അതുപോലെ 2ാം സെമി ഫൈനലിൽ മുംബൈക്കെതിരെ വിദർഭ 260 റൺസിന്റെ ഓവറോൾ ലീഡ് നേടിയിരുന്നു.